ഈ കാസ്റ്റിംഗ് കൗച്ചുകളായിട്ട് വരുന്നവരുടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആരും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇല്ല, ആരും എന്നോട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. എങ്ങനെ എന്തെങ്കിലും തരുമോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാനെപ്പോഴും വിചാരിക്കാം എന്നോട് ആരും ചോദിക്കാത്ത എനിക്കെന്തോ പോലെ സത്യം. ഞാൻ ഈയിടെ കൂടെ ആരോടും പറയാന്നു എന്നോട് ആരും ചോദിക്കുന്നില്ല. ഇക്കാക്ക് അങ്ങനെയൊക്കെ പറയാം, ഇല്ലാത്തവനറിയാം എന്റെ വിഷമം. ഉണ്ടാക്കണം. നീ എന്താ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തത്? എത്ര കാലം എന്ന് വെച്ചാ അതെന്താ അതാണോ എന്നെ കാണുമ്പോ ഒരു ബോൾഡ് ഫീലിംഗ്. നമുക്ക് ആ പിടിക്കൊന്ന് പിടിച്ചാലോ? അല്ല, ചേട്ടൻ പറയണ ജീവിതം കിട്ടണമെങ്കിൽ എനിക്ക് ചത്താലും വേണ്ടില്ല. വാചേട്ടൻ നമുക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി. അതങ്ങനെയൊന്നുമില്ല, ഒരു ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ. അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണമെന്ന്. ഞാൻ ഇതിനകത്ത് ഞാൻ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പം ഞാൻ എനിക്കത് എന്താണെന്ന് അറിയണം. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാം. ഞാൻ ചോദിച്ചു അവസാനം അയാൾ പറഞ്ഞു, ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? ഇതായിരുന്നു നമ്മുടെ MDക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഞാനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക, നമുക്കിവിടെ ഒരുമിച്ചൊരു കളി കളിച്ചൂടെ? അപ്പൊ ഞാൻ ഈയിടെ എത്ര നാൾ വിചാരിക്കുന്നത് അത്ര അട്രാക്റ്റീവ് അല്ലേ, ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത്? എനിക്കിപ്പോ 10 കാശ് തരാൻ ആർക്കും താല്പര്യം. അലുക്കുലുത്ത ആൾക്കാരൊന്നും വേണ്ട. തടി കോൺട്രാക്ടർ, ബിൽഡേഴ്സ്, നല്ല കാശുള്ള രാഷ്ട്രീയക്കാര്, അങ്ങനെ വമ്പന്മാര് മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. അല്ല, ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, താല്പര്യമില്ല.